ബദർ യുദ്ധം നടന്ന സ്ഥലം. ബദർ യുദ്ധം നടന്ന സ്ഥലമാണിത്. ഈ പള്ളി നിൽക്കുന്ന സ്ഥലത്താണ് എന്ത് മസ്ജിദുൽ ഹരീസ് എന്നതിൻ്റെ പേര് നിൽക്കുക. തമ്പ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. മുസ്ലിം സൈന്യം ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. ആ ഹൗലുണ്ടോ? അതാണ് പറയപ്പെട്ട ഹൗലിൻ്റെ സ്ഥലം. ഹൗലിൽ നീർന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ശത്രുക്കൾ ഉണ്ടായിരുന്ന ആ ഭാഗത്തായിരുന്നു. നമ്മളിവിടെ വെള്ളം ഇത് പൊളിക്കാനാണ് ആര് വന്ന് അസ്വദ് എന്ന ആള് ശത്രുപക്ഷത്ത് വന്നത്. അംസാർ അലി അള്ളാഹിന് ചാടി വീണിട്ട് അവരെന്ത് ചെയ്തു? വകവരുത്തി. പിന്നീട് ദ്വന്ദ്വയുദ്ധങ്ങൾ നടന്നു. പിന്നെ പോരാട്ടങ്ങൾ നടന്നു. പിന്നെന്തായി മലക്കുകൾ ഇറങ്ങി. അങ്ങനെ മുസ്ലിം പക്ഷത്തിന് അതീവ വിജയം ലഭിച്ചു. ശത്രുക്കളിൽപ്പെട്ട 70ഓളം ആളുകൾ എന്തായി വധിക്കപ്പെട്ടു. പിന്നെ അബൂജഹൽ ഉത്പത്തി ചെയ്ത് തുടങ്ങിയ കുറേ ആളുകൾ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറ്റിലേക്ക് എന്ത് ചെയ്തു? ഇട്ടു മൂടി. എന്നിട്ട് ചോദിച്ചു, ഇപ്പം നമുക്ക് നൽകിയ വാക്തത്വം നിങ്ങൾക്ക് നൽകിയ വാക്തത്വം ശരിയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, പിന്നെ ഈ മരണപ്പെട്ടു പോയ ഈ ശവങ്ങൾ നമ്മൾ പറഞ്ഞത് കേൾക്കുക ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യും? അവർ കേൾക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ആത്മാവിനാണ് വില, ശരീരത്തിനേക്കാളും ആത്മാവിനാണ് വില കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ യുദ്ധം നടന്ന വളരെ പ്രധാനപ്പെട്ടവർ ഇപ്പോൾ ഇതിൻ്റെ സുഗന്ധം അടിച്ചു വീശുന്ന ഇവിടെയുള്ള ആ ഭൂമിയിലേക്കാണ് നമുക്ക് വരാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ലോണം കണ്ടോളി.